31 സെക്കൻഡിനിടെ 7 ചോദ്യം ചോദിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ചോദിച്ചു. മറുപടി മാത്രം മൗനമായിരുന്നു. വ്യാജ വോട്ട് ചേർത്തത് ആരായാലും അത് തെറ്റാണെന്ന് എങ്കിലും മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചു. നിരാശയായിരുന്നു ഫലം. ചോദ്യങ്ങൾ ഇവയായിരുന്നു: 1. തൃശൂരിൽ വലിയ ആരോപണമാണല്ലോ വരുന്നത്. 2. താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള കള്ളവോട്ട് ചേർത്തു എന്ന വിവരം വരുന്നു. 3. ഒന്നും പ്രതികരിക്കാനില്ലേ. 4. ആർഎസ്എസ് നേതാവ് ഷാജി കെയാറും വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണമുണ്ടല്ലോ. 5. ഇത്തരൊരു പ്രതികരണമില്ലേ. 6. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയമാണ് ചോദ്യം. ഒന്നും പറയാനില്ലേ. 7. വലിയ ആരോപണമാണ്. ചോദ്യങ്ങൾ അദ്ദേഹം കേട്ട ഭാവം നടിച്ചില്ല. ചെയ്യാത്ത തെറ്റിന് 2 മലയാളി കന്യാസ്ത്രീകളെയും ഒരു ആദിവാസി യുവാവിനെയും ഛത്തീസ്ഗഡിലെ ദുർഗ ജയിലിലടച്ച ദിവസം മുതൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരും ജനങ്ങളും സുരേഷ് ഗോപിയെ തിരയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞുമാറി. തൃശൂർ മണ്ഡലത്തിൽ ബിജെപിക്ക് അനുകൂലമായി ഒട്ടേറെ ഇരട്ട വോട്ട് ചേർക്കപ്പെട്ടു എന്ന ആരോപണം ശക്തമായതോടാണ് പ്രതികരണത്തിനായി മന്ത്രിയുടെ ഓഫീസിലെത്തിയത്. അവിടെ സന്ദർശന മുറിയിൽ കാത്തിരുന്നു. ഇടയ്ക്ക് ഒരു യുവാവ് സ്ഥാപനത്തിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും പേര് ചോദിച്ചു. മന്ത്രി ആ സമയത്ത് ഒരു യോഗത്തിലായിരുന്നു. യോഗം കഴിഞ്ഞ് മന്ത്രി പുറത്തിറങ്ങിയ നേരത്തോടെ മറ്റൊരു യുവാവ് വന്നു. "ഇവിടെ നിൽക്കാൻ അനുമതിയില്ല, നിങ്ങൾ താഴേക്ക് നിന്നോളൂ" എന്നറിയിച്ചു. അതോടെ താഴെ ഇറങ്ങി കാത്തുനിന്നു. 2 മിനിറ്റിന് ശേഷം ലിഫ്റ്റ് ഇറങ്ങിയ മന്ത്രി വന്നു. നമസ്കാരം പറഞ്ഞു. പ്രതികരണത്തിനായി 7 ചോദ്യം ചോദിച്ചു. ഒന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല.